ഹായ് ഓൾ. ഇന്ന് നമ്മൾ മലേറിയ അഥവാ മലമ്പനി ഇതിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സും കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ മലേറിയ ഇസ് കോസ്ഡ് ബൈ ഒരു പ്രോട്ടോസോവ കാരനാണ് മലേറിയ കോസ് ചെയ്യുന്നത്. ഏതാ? പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോസോവ കാരനാണ് മലേറിയ കോസ് ചെയ്യണത്. അപ്പൊ എന്തൊക്കെ ടൈപ്പ് പ്ലാസ്മോഡിയം ഉണ്ട്? പ്ലാസ്മോഡിയം ഫൾസിപ്പാരം ഉണ്ട്, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയെ, പ്ലാസ്മോഡിയം ഒബേ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാസ്മോഡിയം ഉണ്ട്. അപ്പൊ ഈ പ്ലാസ്മോഡിയം കാരണമാണ് മലേറിയ കോസ് ചെയ്യുന്നത്. ഒരു പ്രോട്ടോസോവിയാണ് പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാല്, ഒരു പ്രോട്ടോസോവിയാണ്. എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് വരിക? ത്രൂ മോസ്കിറ്റോ അല്ലെ? എങ്ങനെയാ പകരുക? മോസ്കിറ്റോ അല്ലേ? ത്രൂ മോസ്കിറ്റോ ആണ്. അതായത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, അനോഫിലസ് മോസ്കിറ്റോ കാരണമാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. ആൻഡ് അനോഫിലസ് മോസ്കിറ്റോയിൽ തന്നെ ഫീമെയിൽ ആണ് ഈ ഒരു അസുഖം സ്പ്രെഡ് ആക്കുന്നത്. ഓക്കെ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വഴിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇവർ നമ്മളെ ബോഡിയിലേക്ക് എത്തുന്നതും എങ്ങനെയാണ് അവരുടെ ആക്ഷനും കാര്യങ്ങളും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇന്ന് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഡ്രഗ് പഠിക്കുമ്പോഴൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം അല്ലെ. അപ്പൊ കഥ തുടങ്ങുന്നത് രാത്രി എന്ത് ചെയ്യും? നമ്മുടെ അനോഫിലസ് മോസ്കിറ്റോ, നല്ല സുന്ദരിയായിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വന്നിട്ട് നമ്മളെ കടിക്കും. ഈ അനോഫിലസ് മോസ്കിറ്റോന്റെ സലൈവയില് സ്പോറോസോയിഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സ്പോറോസോയിഡ്സ് ഈ അനോഫിലസ് മോസ്കിറ്റോന്റെ സലൈവയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇവര് നമ്മളെ കടിക്കുന്ന സമയത്ത് ഈ സ്പോറോസോയിറ്റ് നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും അല്ലെ. ഒരു പ്രാവശ്യം കടിക്കുമ്പോൾ തന്നെ അബൌട്ട് 200 സ്പോറോസോയിറ്റ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സ്പോറോസോയിറ്റ് റിലീസ് ചെയ്യും. ഈ സ്പോറോസോയിറ്റ് നമ്മുടെ ബ്ലഡിലേക്ക് എത്തി അത് ലിവറിലേക്ക് എത്തുമ്പോൾ ദേ വിൽ കൺവേർട്ട് ഇൻ ടു പ്രൈമറി ഷിസോണ്ട് ആയിട്ട് മാറും. ലിവറിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഈ സ്പോറോസോയിറ്റ്സിനെ നമ്മൾ എന്താ പറയാ? ഷിസോണ്ട്. ഓക്കെ, ഷിസോണ്ട് എന്ന് പറയാം. അപ്പൊ അവര് പ്രൈമറി ഷിസോണ്ട് ആയിട്ട് മാറും. പ്രൈമറി ഷിസോണ്ട് സെക്കൻഡറി ഷിസോണ്ട് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ വിൽ കൺവേർട്ട് ഇൻ ടു മീറോസോയിറ്റ് ആയിട്ട് മാറും. ലിവറിൽ വെച്ചിട്ട് തന്നെ അവർ എന്തായിട്ട് മാറും? മീറോസോയിറ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇനി ഈ മീറോസോയിറ്റ് ലിവറിന് എവിടേക്ക് വരും? ബ്ലഡിലേക്ക് വരും. ഓക്കെ, ലിവറിന് അത് ബ്ലഡിലേക്ക് വരും. അപ്പൊ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ദേ എൻ്റർ ഇൻ ടു വാട്ട്? എറിത്രോസൈറ്റിക് സ്റ്റേജ് അല്ലെ. ബ്ലഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് എറിത്രോസൈറ്റിക് സ്റ്റേജിലേക്ക് ഇവരെത്തും. ഇനി എറിത്രോസൈറ്റിക് സ്റ്റേജിൽ നിന്ന് ഇവരുടെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഗമറ്റോസൈറ്റ്. ഓക്കെ, ഗമറ്റോസൈറ്റ്, ഗാമേറ്റ്സ് ഡെവലപ്പ് ആകാൻ തുടങ്ങും. ഓക്കെ, എറിത്രോസൈറ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാല് അവരുടെ ഗാമേറ്റ്സ് ഒക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങും. എന്നിട്ട് ഈ എറിത്രോസൈറ്റ് റപ്ചർ ചെയ്യുമ്പം എന്തായി? മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും റിലീസ് ചെയ്യും. ഓക്കെ, എറിത്രോസൈറ്റ് റപ്ചർ ആയപ്പോൾ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും റിലീസ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇതാ ഇവിടെ മുതൽ ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമന്റെ കേസിൽ നടക്കുന്നത്. ഈ ഒരു പോർഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഹ്യൂമനിൽ നടക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻലി ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി അല്ലെ. കാരണം നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക ഈ ഒരു ഭാഗത്ത് മാത്രമല്ലേ നമുക്ക് ഡ്രഗ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കൊതുകിന് നമുക്ക് ഡ്രഗ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഡ്രഗ് കൊടുക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി കൊതുകിൽ എന്താ നടക്കുന്നതും കൂടെ നോക്കാം അല്ലെ. സെക്ഷൽ ഫേസിൽ എന്താ നടക്കുന്നതും കൂടെ നോക്കാം. അപ്പൊ നമ്മൾ എന്താ അവസാനം പറഞ്ഞത്? മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റ് ഫോം ചെയ്തു അല്ലെ. ഇനി ഡിസീസ് ഒന്നും ഇല്ലാത്ത ഒരു കൊതുക് വന്നിട്ട് ഇയാളെ വീണ്ടും കടിച്ചു. ഓക്കെ, ഇയാളെ കടിച്ചു. അപ്പൊ എന്ത് ചെയ്യും? ഈ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഈ കൊതുകിലേക്ക് വരും, എൻ്റർ ചെയ്യും അല്ലെ. കൊതുകിലേക്ക് വരും. എന്നിട്ട് അവിടുന്ന് ഫെർട്ടിലൈസേഷൻ നടക്കും. അങ്ങനെ സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ടിന്ന് ഊസൈറ്റ് ഫോം ചെയ്യും. ആൻഡ് വീണ്ടും അത് സ്പോറോസോയിറ്റ് ആയിട്ട് മാറും. പിന്നെ അത് പോയിട്ട് അടുത്ത ആളെ കടിക്കും. അങ്ങനെ ഈ സ്പോറോസോയിറ്റ് അയാൾക്ക് വരും. അങ്ങനെയാണ് ഈ സൈക്കിൾ ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അസെക്ഷൽ ഫേസിലും സെക്ഷൽ ഫേസിലും നടക്കുന്നത് പ്ലാസ്മോഡിയത്തിന്റെ ഡെവലപ്മെന്റിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആക്ച്വലി നടക്കുക പ്ലാസ്മോഡിയത്തില്. സോ ഇതിന്റെ ബേസിലായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുക? ഒന്നാമത്തെ മെത്തേഡ് എന്നാല് ഇതാ ഇവിടെ ഇത് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതായത് സ്പോറോസോയിറ്റ് പ്രൈമറി ഷിസോണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പിന് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഈ ഒരു കാര്യം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതൊരു പ്രൊഫൈലാക്സിസ് അല്ലേ. നമുക്ക് ഡിസീസ് വരുന്നതിന് മുന്നുള്ള കാര്യമാണിത്. വിച്ച് മീൻസ് അവിടെ സിംറ്റംസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല ഇങ്ങനെ ഡിസീസ് നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ സ്പോറോസോയിറ്റ്സ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഈ ഒരു സ്റ്റെപ്പ് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ മെത്തേഡ് പറഞ്ഞാല് പ്രൊഫൈലാക്സിസ് ആണ്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാല് പ്രൈമറി ഷിസോണ്ട് മീറോസോയിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രിവെന്റ് ചെയ്യാം. അതായത് പ്രൈമറി ഷിസോണ്ട് ലിവറിന്ന് ബ്ലഡിലേക്ക് എത്തുന്ന സ്റ്റേജിനെ ഇൻഹിബിറ്റ് ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഏതൊക്കെയാണ്? അമോഡയാക്വിൻ, ക്ലോറോക്വിൻ, ക്വിനൈൻ,
പൈറിമെത്താമിൻ. ഓക്കെ, ഇത്രയും ഡ്രഗ്സ് ആണ് ആ ഒരു സ്റ്റേജിൽ നമ്മൾ മെയിൻലി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, സ്പ്രെഡിങ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി വേറൊരു മെത്തേഡ് എറിത്രോസൈറ്റിക് സ്റ്റേജിൽ വെച്ചിട്ട് ഈ മീറോസോയിനെ കില്ല് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, മീറോസോയിനെ കില്ല് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഏതൊക്കെയാണ്? ക്ലോറോക്വിനും അമോഡയാക്വിനും. ഓക്കെ, ക്ലോറോക്വിൻ, അമോഡയാക്വിൻ. ഇനി അതും അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പാണ് ഈ മെയിൽ ഗ്യാമേറ്റിനും ഫീമെയിൽ ഗ്യാമേറ്റിനും കില്ല് ചെയ്യാം, അതിനെ കില്ല് ചെയ്യാം. ഓക്കെ, അതാണ് അടുത്തൊരു മെത്തേഡ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഏതാണ്? പ്രിമാക്വിൻ. പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിളില് ഇവിടെയൊക്കെയാണ് ആന്റി മലേറിയൽ ഡ്രഗ് മെയിൻലി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്നുള്ളൂ, എന്താണ് ലൈഫ് സൈക്കിൾ എന്നും അതിൽ ഏതൊക്കെ ഡ്രഗ്സ് ആണ് മെയിൻലി കൊടുക്കുക എന്നുള്ളതും. ഇപ്പൊ നമുക്ക് ഇത് മെഡിസിനൽ കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കേണ്ട ക്ലാസിഫിക്കേഷൻ ഏതാണ്? കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് ഏതാണ്? സിങ്കോണ ആൽക്കലോയിഡ്സ്. ഓക്കെ, സിങ്കോണ ആൽക്കലോയിഡ്സ്. അതിൽ വരുന്നതാണ് ക്യുനൈൻ, സിങ്കോണിൻ. ക്യുനൈനും സിങ്കോണിനും, സിങ്കോണ ആൽക്കലോയിഡ്സ്. സെക്കൻഡ് വൺ ഇസ് 4-അമിനോ ക്യുനോളിൻസ്. 4-അമിനോ ക്യുനോളിൻസ്. ഓക്കെ, ക്യുനോളിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരിക? ഇതാണ് ക്യുനോളിൻ. ഇവിടെ ഇങ്ങനെയാണ്, ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്, ഒരു പിരിഡിൻ റിംഗ് ഉണ്ട് അല്ലെ. ഇത് രണ്ടും കൂടെ ഫ്യൂസ്ഡ് ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ക്യുനോളിൻ എന്ന് പറയാം. സോ ഈ ക്യുനോളിന്റെ ഫോർത്ത് പൊസിഷനിലേക്ക് ഈ ഒരു ഫോർത്ത് പൊസിഷനിലേക്ക് എന്ത് വരിക? അമിനോ ഗ്രൂപ്പ് വരിക. അതാണ് 4-അമിനോ ക്യുനോളിൻ. ഓക്കെ, അപ്പൊ അതിൽ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ക്ലോറോക്വിൻ, അമോഡയാക്വിൻ ആൻഡ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ഓക്കെ, എന്താണ് ക്ലോറോക്വിൻ പറയാ, രണ്ടാമത്തത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരിക ക്ലോറോക്വിനിലേക്ക്, പിന്നെ അമോഡയാക്വിൻ. ഓക്കെ, ഇനി അടുത്തത് 8-അമിനോ ക്യുനോളിൻസ്. 8-അമിനോ ക്യുനോളിൻസ്. അപ്പൊ ഈ ക്യുനോളിന്റെ 8th പൊസിഷനിലേക്ക് എന്ത് വരിക? അമിനോ ഗ്രൂപ്പ് വരിക അല്ലെ. ഓക്കെ, 8-അമിനോ ക്യുനോളിൻസിൽ ഏതൊക്കെയാ വരുന്നത്? പ്രിമാക്വിൻ ആൻഡ് പാമാക്വിൻ. ഓക്കെ, 8-അമിനോ ക്യുനോളിൻസ്. ഇനി അടുത്തത് 9-അമിനോ എക്രിഡിൻ. 9-അമിനോ എക്രിഡിൻ ആണ്. എക്രിഡിന്റെ സ്ട്രക്ചർ ഇതാണ് എക്രിഡിൻ. 2 ബെൻസീൻ റിംഗ് ഉണ്ട്, ഒരു പിരിഡിൻ റിംഗ് ഉണ്ട്, ഇത് 3 ഫ്യൂസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് എക്രിഡിന്റെ സ്ട്രക്ചർ. ഇനി ഈ എക്രിഡിന്റെ 9th പൊസിഷനിലേക്ക് അമിനോ ഗ്രൂപ്പ് വരിക എന്നാ പറഞ്ഞത്. ഓക്കെ, 9th എവിടെയാ? ഇതാണ് 9th പൊസിഷൻ. നമ്പറിംഗ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് 9, 10. ഓക്കെ, 9th പൊസിഷനിലേക്ക് അമിനോ ഗ്രൂപ്പ് വരിക. അതാണ് 9-അമിനോ എക്രിഡിൻ. ഓക്കെ, അപ്പൊ അതിൽ പിന്നെ ഏതാ? മെപ്പാക്രിൻ ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ബൈഗ്വാനൈറ്റ്സ്. ബൈഗ്വാനൈറ്റ്സിൽ ഏതൊക്കെയാ വരുന്നത്? പ്രൊഗ്വാനിലും സൈക്ലോഗ്വാനിൽ. പ്രൊഗ്വാനിൽ ആൻഡ് സൈക്ലോഗ്വാനിൽ. ഓക്കെ, ഇനി പിരമിഡിൻ അനലോഗ്. പിരമിഡിൻ വരുന്നതാണ്. പിരമിഡിൻ അനലോഗ് പൈറിമെത്താമിൻ. ഓക്കെ, പൈറിമെത്താമിൻ ആണ് പിരമിഡിൻ അനലോഗ്സ് വരിക. ഇനി നെക്സ്റ്റ് വൺ പോളിസൈക്ലിക്സ്. അതിൽ വരുന്നതാണ് ഡോക്സിസൈക്ലിൻ. ഡോക്സിസൈക്ലിൻ എന്താണ്? ഒരു ആന്റിബയോട്ടിക് ആണ് അല്ലെ. ഓക്കെ, സോ ഡോക്സിസൈക്ലിനും ഉണ്ട്, ഹാലോഫാൻഡ്രിനും ഉണ്ടായിരിക്കും. സൾഫണമൈഡ്സ്. സൾഫണമൈഡ്സിൽ വരുന്ന ഏതൊക്കെയാ? സൾഫാഡോക്സിൻ, ട്രൈമെത്തോപ്രിൻ. സൾഫാഡോക്സിനും ട്രൈമെത്തോപ്രിനും. പൈറിമെത്താമിൻ ഇസ് ഓൾസോ എ സൾഫണമൈഡ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ട്രക്ചറിന്റെ ബേസിൽ, നമ്മൾ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണല്ലോ പറയുന്നത്. അപ്പൊ നമ്മൾ സ്ട്രക്ചറിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വീണ്ടും പിരമിഡിൻ അനലോഗ് ആയിട്ടും പറയാം. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ദേ ഓൾസോ കമണ്ട് സൾഫണമൈഡ്സിൽ വരുന്ന ഒരു ഡ്രഗ് ആണ് പൈറിമെത്താമിൻ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ദാറ്റ് ഇസ് ക്യുനോളിൻ മെത്തനോൾ. ഒരു ക്യുനോളിൻ വരിക, അതിലേക്ക് മെത്തനോൾ വരിക. മെത്തനോൾ എങ്ങനെയാ സ്ട്രക്ചർ? CH3OH അല്ലെ, ഇതല്ലേ മെത്തനോള്. അപ്പൊ ക്യുനോളിനിലേക്ക് ഒരു മെത്തനോള് വരുന്നത്. അതിന്റെ എക്സാമ്പിൾ ഏതാ? മെഫ്ലോക്വിൻ. ഓക്കെ, മെഫ്ലോക്വിൻ ആണ് ക്യുനോളിനിലേക്ക് മെത്തനോള് വരുന്ന ഡ്രഗ്. ക്യുനോളിൻ വരുന്ന ഡ്രഗ്സിനൊക്കെ എല്ലാത്തിനും അവസാനം ക്വിൻ എന്നുണ്ടായിരിക്കും അല്ലെ. ക്യുനോളിൻ എന്ന് വരുന്നുണ്ടെങ്കിൽ ക്ലോറോക്വിൻ, അമോഡയാക്വിൻ, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, അതേപോലെ 8-അമിനോ ക്യുനോളിന്റെ കേസിലാണെങ്കിൽ പ്രിമാക്വിൻ, പാമാക്വിൻ, അങ്ങനെ ക്യുനോളിൻ വരുന്ന ഡ്രഗ്സിനൊക്കെ അവസാനം ക്വിൻ എന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ക്യുനോളിൻ മെത്തനോൾ ആണെങ്കിൽ മെഫ്ലോക്വിൻ. ഈ നെക്സ്റ്റ് വൺ ഇസ് സെസ്ക്യൂടെർപിൻ ആൽക്കഹോൾ. സെസ്ക്യൂടെർപിൻ ആൽക്കഹോൾ അതിൽ വരുന്നതാണ് ആർട്ടിമെസിനിൻ, ആർട്ടിസുനൈറ്റ് ആൻഡ് ആർട്ടിമീതർ. 3 ഡ്രഗ്. ആർട്ടിമെസിൻ, ആർട്ടിസുനൈറ്റ് ആൻഡ് ആർട്ടിമീതർ ആണ് സെസ്ക്യൂടെർപിൻ ആൽക്കഹോളിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് നാഫ്താക്വിനോൺ. നാഫ്താക്വിനോൺ അപ്പൊ അതിൽ വരുന്നതാണ് അറ്റോവോക്വിൻ. നാഫ്താക്വിനോൺ ആണ് ഇത് അറ്റോവോക്വിൻ. നാഫ്തോൾ എന്ന് പറഞ്ഞാല് 2 ബെൻസീൻ റിംഗ് ഫ്യൂസ്ഡ് ആയ സ്ട്രക്ചർ അല്ലേ നാഫ്തോള് അല്ലെ. ഇങ്ങനെ 2 ബെൻസീൻ റിംഗ് ഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് നാഫ്തോള്. അതിലേക്ക് ക്വിനോണും കൂടെ. ക്വിനോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ക്വിനോൺ.
ഒരു ബെൻസീൻ റിംഗ്, അതിൽ ഡബിൾ ബോണ്ടോ, ഇതാണ് ക്യൂനോൺ. ഓക്കെ, അപ്പം ഒരു നാഫ്തോളും ക്യൂനോണും കൂടെ ഫ്യൂസ്ഡ് ആയ സ്ട്രക്ചർ ആണ് നാഫ്തോ ക്യൂനോൺ. അപ്പൊ അതിൽ വരുന്ന ഡ്രഗ് ആണ് അറ്റോവോക്വിൻ. ഓക്കെ, സോ ഇത്രയാണ് ക്ലാസിഫിക്കേഷനിൽ നോക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇതാണ് സിങ്കോണ ആൽക്കലോയിഡ്സ്. അതിൽ 2 ഡ്രഗ് പറഞ്ഞു, ഏതൊക്കെയാ? ക്യുനൈനും സിങ്കോണിനും. ഇനി ക്യുനോളിന്റെ കേസിൽ നമ്മൾ 3 പറയുന്നുണ്ട്. ഒന്ന് 4 അമിനോ ക്യുനോളിൻസ് ഉണ്ട്, സെക്കൻഡ് വൺ ഇസ് 8 അമിനോ ക്യുനോളിൻസ് ഉണ്ട്, ആൻഡ് തേർഡ് വൺ ഇസ് ക്യുനോളിൻ മെത്തനോൾ. ഓക്കെ, ക്യുനോളിൻ മെത്തനോൾ. അങ്ങനെയാണെങ്കിൽ 4 അമിനോ ക്യുനോളിൻസ് ഏതൊക്കെയാ വരിക? ക്ലോറോക്വിൻ, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ആൻഡ് അമോഡയാക്വിൻ. ഓക്കെ, 8 അമിനോ ക്യുനോളിൻസ് ആണെങ്കിൽ പ്രിമാക്വിനും പാമാക്വിനും. ഇനി ക്യുനോളിൻ മെത്തനോൾ ആണെങ്കിൽ ഏതാണ്? ഇവിടെ മെത്തനോൾ ഉണ്ട് അല്ലെ, അപ്പൊ നമുക്ക് മെഫ്ലോക്വിൻ, ME അത് റിലേറ്റ് ചെയ്യാം അല്ലെ. ME ഉണ്ട്, ഇവിടെ ME ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? മെഫ്ലോക്വിൻ ആണ് ക്യുനോളിൻ മെത്തനോളിൽ വരുന്നത്. ഇനി അക്രിഡിന്റെ കേസിലാണ് പറഞ്ഞത്. അക്രിഡിന്റെ 9th പൊസിഷനിലേക്ക് അമിനോ ഗ്രൂപ്പ് വരിക. ഏതാണ് എക്സാമ്പിള്? മെപ്പാക്രിൻ. ഇനി ബൈഗ്വാനൈറ്റ്സ് ആണെങ്കിൽ പ്രൊഗ്വാനിലും സൈക്ലോഗ്വാനിൽ. പിരമിഡിൻ അനലോഗ് ആണെങ്കിൽ പൈറിമെത്താമിൻ. പോളിസൈക്ലിക്സ് ആണെങ്കിൽ ഡോക്സിസൈക്ലിനും ഹാലോഫാൻട്രിനും. സൾഫോണമൈഡ്സ് ആണെങ്കിൽ ഏതൊക്കെയാ പറഞ്ഞത്? സൾഫാഡോക്സിൻ ഉണ്ട്, ട്രൈമെത്തോപ്രിൻ ഉണ്ട്. ഇനി സെസ്ക്യൂടെർപിൻ ആൽക്കഹോളില് ആർട്ടിമിസിനിൻ, ആർട്ടിസുനേറ്റ്, ആർട്ടിമീത്തർ. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇസ് നാഫ്താക്വിനോൺ. നാഫ്താക്വിനോൺ ആണെങ്കിൽ അറ്റോവോക്വിൻ. ഓക്കെ, സോ ഇത്രയാണ് ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഓരോ ഡ്രഗും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെ. ഫസ്റ്റ് ഡ്രഗ് 4 അമിനോ ക്വിനോളിനിൽ വരുന്ന ക്ലോറോക്വിൻ ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. സോ ക്ലോറോക്വിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാ വരിക. ആദ്യം നമ്മൾ ഒരു ക്വിനോളിൻ വരയ്ക്കാം. ഓക്കെ, ക്വിനോളിൻ വരച്ചു. എന്നിട്ട് 4th പൊസിഷനിലേക്ക് അമിനോ ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 4th പൊസിഷനിലേക്ക് ഒരു അമിനോ ഗ്രൂപ്പ് കൊടുക്കുക. ഓക്കെ, ഇനി 7th പൊസിഷനിലേക്ക് 7th പൊസിഷനിലേക്ക് ഒരു ക്ലോറിൻ ഗ്രൂപ്പ് വേണം. 4th പൊസിഷനിലെ അമിനോ ഗ്രൂപ്പിലേക്ക് വേറെ കുറെ അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഒരു എത്ത് പ്രോപ്പ് ബ്യൂട്ട് അല്ലെ, 4 കാർബൺ ചെയിൻ വരയ്ക്കാം, ബ്യൂട്ടൈൻ വരയ്ക്കാം. എന്നിട്ട് ഈ ബ്യൂട്ടൈന്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ്. ഓക്കെ, ഇത് ബ്യൂട്ടൈൻ അല്ലേ, 4 കാർബൺ വരുന്നുണ്ട്. സോ നമ്മൾ ബ്യൂട്ടൈൻ എന്ന് പറയും. അപ്പോ ഈ ബ്യൂട്ടൈന്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പും 4th പൊസിഷനിലേക്ക് ഒരു അമിനോ ഗ്രൂപ്പ് വരുന്നുണ്ട്. ആ അമിനോ ഗ്രൂപ്പിലേക്ക് 2 ഈഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, 2 ഈഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ അല്ലെ, അങ്ങനെ 2 ഈഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ക്ലോറോക്വിന്റെ സ്ട്രക്ചർ. ഇപ്പൊ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ഫസ്റ്റ് തന്നെ ഒരു ക്വിനോളിൻ വരയ്ക്കുക. ക്വിനോളിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു ബെൻസിനും ഒരു പിരിഡിനും, ഇത് രണ്ടും ഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്വിനോളിൻ എന്ന് പറയാം. ഇനി ക്വിനോളിനില് ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതായിരുന്നു? 4 അമിനോ ക്വിനോളിൻ അല്ലേ. അപ്പം 4th പൊസിഷനിലേക്ക് എന്ത് വേണം? ഒരു അമിനോ ഗ്രൂപ്പ് വേണം. ഇനി നമ്മളുടെ പേരെന്താ? ക്ലോറോക്വിൻ അല്ലെ, ക്ലോറോക്വിൻ. അതായത് ഒരു ക്ലോറിൻ വേണം. ഓക്കെ, സോ 7th പൊസിഷനിലേക്ക് എന്ത് വേണം? ഒരു ക്ലോറിൻ വേണം. ഇനി ഈ 4th പൊസിഷനിലേക്ക് വേറെ കുറെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അതെന്താണ് നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാ വേണ്ടത്? ആദ്യം ഒരു ബ്യൂട്ടൈൻ വരയ്ക്കുക. ഓക്കെ, 1 2 3 4 അങ്ങനെ 4 കാർബൺ ചെയിൻ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ ഫസ്റ്റ് കാർബണിലേക്ക് എന്ത് വരിക? ഒരു മീഥൈൽ ഗ്രൂപ്പ് വരിക, ഒരു CH3 ഗ്രൂപ്പ്, ഒരു മീഥൈൻ ഗ്രൂപ്പ് വരിക. ഇനി 4th പൊസിഷനിലേക്ക് ഒരു അമിനോ ഗ്രൂപ്പ്. ആ അമിനോ ഗ്രൂപ്പിലേക്ക് 2 സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, 2 ഈഥൈൽ ഗ്രൂപ്പ്. ഓക്കെ, 2 ഈഥൈൽ ഗ്രൂപ്പാണ് ആ നൈട്രജനിലേക്ക് അല്ലെങ്കിൽ അമിനോ ഗ്രൂപ്പിലേക്ക് 2 ഈഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് സ്ട്രക്ചർ ഓഫ് ക്ലോറോക്വിൻ. ഇനി നമുക്ക് IUPAC നെയിം എങ്ങനെയാ വരാൻ നോക്കാം അല്ലെ. ഈ ക്വിനോളിന്റെ 7th പൊസിഷനിലേക്ക് ഒരു ക്ലോറിൻ വേണം. സോ 7 ക്ലോറോ. ഓക്കെ, 7 ക്ലോറോ. ഇനി 4th പൊസിഷനിലേക്കാണ് ബാക്കി അറ്റാച്ച്മെന്റ് വരുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെ എഴുതാൻ നോക്കാം അല്ലെ. 4 എന്ന് എഴുതി. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ആറ്റം. അതില് 4ാമത്തതില് ഡൈ ഈഥൈൽ അമിനോ ഗ്രൂപ്പ് വരുന്നുണ്ട് അല്ലെ. 4th എന്താ വരുന്നത്? 2 ഈഥൈൽ അമിനോ ഗ്രൂപ്പ്. സോ നമ്മൾ എങ്ങനെ എഴുതി? 4 ഡൈ ഈഥൈൽ അമിനോ. ഇനി ഈ ബ്യൂട്ടൈന്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് എന്ത് വേണം? ഒരു മീഥൈൽ ഗ്രൂപ്പ് വേണം അല്ലെ. അപ്പൊ നമ്മൾ 1 മീഥൈൽ എന്ന് എഴുതി, 1 മീഥൈൽ. പിന്നെന്താ? ബ്യൂട്ടൈൽ എഴുതാ. ഇത് ബ്യൂട്ടൈൻ ആണ്. അപ്പൊ നമ്മൾ പേര് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ബ്യൂട്ടൈലിന് എഴുതും അല്ലെ. സോ ബ്യൂട്ടൈലിന് എഴുതി. ഇനി ബ്യൂട്ടൈലിനോട് ഇനി ഇതിനോട് അറ്റാച്ച് ചെയ്ത് എന്താ ഉള്ളത്? അമിനോ ഗ്രൂപ്പ് ഇല്ലേ? ഇതിന് നമ്മൾ വിട്ടുപോകരുത് അല്ലെ. ഇവിടെ അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അമിനോ എന്ന് എഴുതി, ലാസ്റ്റ് ക്വിനോളിൻ എഴുതാ. ഓക്കെ, ഇതാണ് IUPAC നെയിം. ഒന്നും കൂടെ പറയാം. നമ്മുടെ സ്ട്രക്ചറിൽ 7th പൊസിഷനിലേക്ക് എന്തുണ്ട്? ഒരു ക്ലോറിൻ ഉണ്ട്. അപ്പൊ നമ്മൾ 7 ക്ലോറോ എന്ന് എഴുതി.
ഇനി ഫോർത്ത് പൊസിഷനിലേക്കാണ് ബാക്കി അറ്റാച്ച്മെന്റ് വരിക. അപ്പൊ നമ്മൾ ആദ്യം ഫോറിന് എഴുതും. എന്നിട്ട് ബാക്കി ഇവിടുത്തെ കാര്യമാണ് ഫസ്റ്റ് എഴുതുക. എന്നിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതി വരിക. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ എന്താ വരുന്നത്? ഒരു ബ്യൂട്ടൈൻ വരുന്നുണ്ട്. ആ ബ്യൂട്ടൈന്റെ നാലാമത്തെ പൊസിഷനിലേക്ക് എന്ത് വേണം? ഡൈ ഈതൈൽ അമിനോ. ഓക്കെ, സോ 4 ഡൈ ഈതൈൽ അമിനോ, 1 മീതൈൽ, പിന്നെ ബ്യൂട്ടൈൽ, ഈ കാര്യം എഴുതി, ബ്യൂട്ടൈലിന് എഴുതി അമിനോ ക്വിനോളിൻ. ഓക്കെ, സോ ഇതാണ് IUPAC നെയിം. ഇനി നമുക്ക് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം അല്ലെ. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു എങ്ങനെയാണ് അതിന്റെ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പാരസൈറ്റ് നമ്മുടെ ബോഡിയിലേക്ക് വന്നതിന് ശേഷം അത് എറിത്രോസൈറ്റിക് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഇവര് ഹീമോഗ്ലോബിൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പാരസൈറ്റ് എന്ത് ചെയ്യും? ഹീമോഗ്ലോബിൻ യൂട്ടിലൈസ് ചെയ്യും. അതിലെ ഗ്ലോബിൻ പാർട്ട് എന്താണ്? ഇവർ യൂട്ടിലൈസ് ചെയ്യും. എന്നാൽ അതിലെ ഹീം പാർട്ട്, ഹീമോഗ്ലോബിന്റെ ഹീം പാർട്ട് ഇറ്റ് ഇസ് ഹൈലി ടോക്സിക് ഫോർ മലേറിയ പാരസൈറ്റ്. ഓക്കെ, നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനില് ഗ്ലോബിനെ ഇവർ യൂട്ടിലൈസ് ചെയ്യും. എന്നാൽ ഹീം പാർട്ട് ഇസ് ഹൈലി ടോക്സിക് ഫോർ മലേറിയ പാരസൈറ്റ്. ഓക്കെ, ഭയങ്കര ടോക്സിക് ആണ് ഇവർക്ക്. അപ്പൊ ഇവർ എന്ത് ചെയ്യണം? ഈ ഹീം പാർട്ടിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും? ഹീം പോളിമറൈസ് എൻസൈം യൂസ് ചെയ്തിട്ട് ദേ വിൽ കൺവേർട്ട് ഹീം ഇൻടു ഹെമസോയിൻ. ഓക്കെ, ഹെമസോയിൻ ആയിട്ട് ഇവർ കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നോർമലി പാരസൈറ്റിൽ നടക്കുക. ഹീമിനെ ഹീമോസോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി നമ്മൾ ഈ ഡ്രഗ് കൊടുക്കുകയാണ്. ഡ്രഗ് കൊടുക്കുമ്പോൾ എന്താണ് ആക്ഷൻ വരിക നോക്കാം അല്ലെ. ഇപ്പം ക്ലോറോക്കിന്റെ കേസിലായാലും ക്യുനൈൻ അതേപോലെ മെഫ്ലോക്കിന്റെ കേസിലായാലും ഈ സെയിം ആക്ഷൻ തന്നെയാണ് വരിക. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. എല്ലാത്തിനും സെയിം ആക്ഷൻ തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇവരെന്താ ചെയ്യാ? ഇവര് ഹീം പോളിമറൈസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഈ ഒരു എൻസൈമിനെ ഇവര് ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണെങ്കിൽ ഹെമസോയിൻ ആയിട്ട് കൺവേർട്ട് ആവൂല അല്ലെ. ഈ ഹീമിന് ഹെമസോയിൻ ആയിട്ട് കൺവേർട്ട് ആവൂല. അങ്ങനെയാണെങ്കിൽ പാരസൈറ്റ് മെമ്പറിന്റെ ലൈസിസ് നടക്കും. ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് കൺവേർഷൻ നടക്കുന്നില്ല. ആസ് എ റിസൾട്ട് പാരസൈറ്റ് മെമ്പറിൻ ഉണ്ടാവും, ലൈസിസ് നടക്കും. അങ്ങനെ ഡെത്ത് ഓഫ് ദി പാരസൈറ്റ് കോസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ എങ്ങനെയാണ്? ഹീമോഗ്ലോബിനിലെ ഹീം പോർഷൻ ഇറ്റ് ഇസ് വെരി ടോക്സിക് ഫോർ പാരസൈറ്റ്. അപ്പൊ അതുകൊണ്ട് അവര് നോർമലി എന്താ ചെയ്യുക? ഹീമിനെ ഹെമസോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും നോർമൽ കണ്ടീഷനിൽ. പക്ഷെ നമ്മൾ ക്ലോറോക്വിൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ആക്ഷൻ എങ്ങനെയാ വരിക? ഈ ഹീമിനെ ഹെമസോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. എങ്ങനെയാ പ്രിവെന്റ് ചെയ്യണത്? ഹീം പോളിമറൈസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട്. ഓക്കെ, ആസ് എ റിസൾട്ട് എന്താവും? പാരസൈറ്റിന് ലൈസിസ് സംഭവിക്കും. അങ്ങനെ ഡെത്ത് ഓഫ് ദി പാരസൈറ്റ് കോസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇനി നമുക്ക് യൂസ് എന്തൊക്കെയാ വരിക നോക്കാം അല്ലെ. സോ യൂസിൽ ഇറ്റ് ഈസ് മെയിൻലി യൂസ് ഫോർ പ്രൊഫൈലാക്സിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ, മുന്നേ പ്രൊഫൈലാക്സിസ് അതായത് ഡിസീസ് വരുന്നതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ട്രീറ്റ്മെന്റ് കേസിലും നമ്മൾ ഈ ഡ്രഗാണ് യൂസ് ചെയ്യുന്നത്. ഇനി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഓക്കെ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലും ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. ലെപ്ര റിയാക്ഷൻ, ഫോട്ടോജനിക് റിയാക്ഷൻ. ഓക്കെ, ഫോട്ടോജനിക് ഡെർമറ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ റിയാക്ഷനിൽ നമ്മൾ ഈ ഒരു ഡ്രഗ് പൊതുവെ കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് യൂസിൽ വരുന്നത്. ഓക്കെ അല്ലെ, യൂസിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ SAR കൂടെ നോക്കാം. സോ SARൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ക്ലോറിൻ ഗ്രൂപ്പ്. 7th പൊസിഷനിൽ എന്ത് വേണം? ഒരു ക്ലോറിൻ ആറ്റം വേണം അല്ലെ, ക്ലോറിൻ വേണം. സോ ഈ ക്ലോറിൻ ഇസ് എസെൻഷ്യൽ ഫോർ ഹൈ അഫിനിറ്റി ബൈൻഡിങ് ടു ഹെമാറ്റിൻ. ഓക്കെ, ക്ലോറിൻ ഇസ് റിക്വയർഡ് ഫോർ ബൈൻഡിങ് ടു ഹെമാറ്റിൻ ആയിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോറിൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് എന്നാ പറഞ്ഞത്. അതായത് എസെൻഷ്യൽ ഫോർ ആക്ടിവിറ്റി. അതെന്നെ ആലോചിച്ച് വെക്കുക. ക്ലോറിൻ ഇസ് ഇമ്പോർട്ടന്റ് ഫോർ ആക്ടിവിറ്റി. റിംഗ് നൈട്രജൻ ആസ് വെൽ ആസ് ടെറിഷറി നൈട്രജൻ. റിംഗിന്റെ നൈട്രജനും അല്ലെങ്കിൽ ഈ ടെറിഷറിയിൽ വരുന്ന നൈട്രജനും ഹെൽപ് ദ ഡ്രഗ് ടു അക്യുമുലേറ്റ് ഇൻ ദ പാരസൈറ്റ്. ഡ്രഗ് പാരസൈറ്റിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഈ റിംഗിലെ നൈട്രജൻ, അതായത് ക്വിനോളിന്റെ നൈട്രജനും അതേപോലെ തന്നെ ടെറിഷറി നൈട്രജനും ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് NH ഗ്രൂപ്പ് വിൽ ഇൻക്രീസസ് ദി ആക്ടിവിറ്റി. ഓക്കെ, ഈ ഒരു NH ഗ്രൂപ്പ് എന്ത് ചെയ്യും? ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. Then next point is 2,3 carbon chain is optimal for activity. Okay, അതായത് നമ്മൾ ഇവിടെ ചെയിൻ പറഞ്ഞല്ലോ, 4 കാർബണുള്ള ചെയിൻ ആയിരുന്നു അല്ലെ ഉണ്ടായിരുന്നത്. അങ്ങനെ മിനിമം ഒരു 2 to 3 കാർബൺ ഉള്ള ചെയിൻ ഉണ്ടായിരിക്കണം എന്നാ പറഞ്ഞത്. ഓക്കെ, മിനിമം ഒരു 2 to 3 കാർബൺ ഉള്ള ചെയിൻ ഉണ്ടെങ്കിൽ അവിടെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. സോ 2 to 3 ചെയിൻ ഇസ് ഇമ്പോർട്ടന്റ് ഫോർ ആക്ടിവിറ്റി. ഇനി ലാസ്റ്റ് പോയിന്റ് ഹെട്രോസൈക്ലിക് അല്ലെങ്കിൽ ബൾക്കി ഗ്രൂപ്പ് ഇൻക്രീസസ് ആക്ടിവിറ്റി. ദാ ഈ നൈട്രജന്റെ ഇവിടെ ഒരു ഹെട്രോസൈക്ലിക് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ബൾക്കി ഗ്രൂപ്പോ വരികയാണെങ്കിൽ അവിടെ
ആക്ടിവിറ്റി കൂടും. ഈ 5 പോയിന്റ്സ് നോക്കി വെക്കുക. എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഇവിടെ ക്ലോറിൻ ആറ്റം ഇസ് എസെൻഷ്യൽ ഫോർ ആക്ടിവിറ്റി. ഇനി നൈട്രജൻ, ക്വിനോളിൻത്തെ നൈട്രജൻ അതേപോലെ ഈ ടെറിഷറി അമീൻത്തെ നൈട്രജൻ രണ്ടും ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഡ്രഗിന്റെ അക്യുമുലേഷൻ കൂടും, പാരസൈറ്റ് ഡ്രഗ് അക്യുമുലേറ്റ് ചെയ്യും. ഇനി തേർഡ് പോയിന്റ് എന്താ പറഞ്ഞത്? ഈ ഒരു നൈട്രജൻ ഇൻക്രീസസ് ദി ആക്ടിവിറ്റി. ഈ നൈട്രജൻ ആക്ടിവിറ്റി കൂട്ടുന്നുണ്ട്. അതേപോലെ ഈ ഒരു ചെയിൻ എന്തായിരിക്കണം? ഒരു 2 to 3 കാർബൺ ചെയിൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അതിന് ഒപ്റ്റിമൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കുക. ഈ ഒരു നൈട്രജനിൽ ഹെട്രോസൈക്ലിക് ഗ്രൂപ്പോ അല്ലെങ്കിൽ ബൾക്കിയ ഗ്രൂപ്പോ വരികയാണെങ്കിൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇത്ര പോയിന്റ്സ് ആണ് SCRൽ നോക്കാനുള്ളത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സ്ട്രക്ചർ പറഞ്ഞു, മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞു, യൂസ് പറഞ്ഞു, SCRും പറഞ്ഞു. അടുത്തത് 4 അമിനോ ക്വിനോളിൻസിൽ തന്നെ വരുന്ന ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോ ക്ലോറോക്വിന്റെ അതേ സ്ട്രക്ചർ തന്നെയായിരിക്കും വരിക, അതിലേക്ക് ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പും കൂടെ വരിക. അത്രയുള്ള വ്യത്യാസം. ഓക്കെ, ഇതാ നമ്മളുടെ ക്ലോറോക്വിന്റെ അതേ സ്ട്രക്ചർ തന്നെ വരും. എന്നിട്ട് ഇവിടേക്ക്, അതായത് നമ്മളതാ ഡൈതൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞ നേരത്തെ, ആ ഡൈതലേക്ക് ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പും കൂടെ വരിക. അത്രേ ഉള്ളൂ സ്ട്രക്ചർ. ഓക്കെ, സ്ട്രക്ചർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. നമുക്ക് മെയിൻ ആയിട്ട് സ്ട്രക്ചർ പഠിക്കാനുള്ളത് ക്ലോറോക്വിന്റെ ആണ്. അപ്പൊ അത് തന്നെ നോക്കിയാൽ മതി. ജസ്റ്റ് എന്താണ് ചേഞ്ച് എന്നുള്ള കാര്യം ഈ ഒരു ഡ്രഗിന്റെ കേസിൽ എഴുതിയെന്നുള്ളൂ. ഓക്കെ, ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരിക, അത് മാത്രം ആലോചിച്ചാൽ മതി. ബാക്കി സ്ട്രക്ചർ ഒക്കെ സെയിം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി മെക്കാനിസം ഓഫ് ആക്ഷൻ ആണെങ്കിലും സെയിം തന്നെ. നമ്മൾ പറഞ്ഞു ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ആയാലും അതേപോലെ തന്നെ മെഫ്ലോക്വിൻ ആയാലും മെക്കാനിസം ഓഫ് ആക്ഷൻ സെയിം ആണ് വരിക. എന്തായിരുന്നു മെക്കാനിസം? ദേ പ്രിവെന്റ് കൺവേർഷൻ ഓഫ് ടോക്സിക് ഹീം ഇൻ ടു ഹീമസോയിൻ. അല്ലെ, ഹീമിന് ഹെമസോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. അങ്ങനെ സെല്ലിന്റെ പാരലൈസിസ് നടക്കും, ഡെത്ത് ഓഫ് ദി സെൽ പാരസൈറ്റ് നടക്കും. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം ദേ വിൽ ഡിസ്റ്റർബ് എബിലിറ്റി ടു അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് അപ്ടേക്ക് ചെയ്യാനുള്ള എബിലിറ്റിനൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന പറയുന്നത്. And at the same time, they increase pH of parasite vesicle, inhibiting parasite growth. നേരത്തെ ഹീം ഹെമസോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. അതേസമയം തന്നെ അവിടെ പാരസൈറ്റിന് pH ഇൻക്രീസ് വരുന്നുണ്ട്. ആ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ്? pH ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പാരസൈറ്റിന് ഗ്രോത്ത് ഇൻഹിബിറ്റ് ആവും. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കണേ. എന്താണ്? pH ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സോ പാരസൈറ്റിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ആകും. ഓക്കെ, ഈ 3 ഡ്രഗിന്റെ കേസിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ സെയിം ആണ്. ഓക്കെ, ഈ കാര്യം തന്നെ ഓർത്ത് വെക്കുക. ഇനി യൂസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ് ഫോർ പ്രൊഫൈലാക്സ് ആൻഡ് ട്രീറ്റ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെ, പ്രൊഫൈലാക്സിന്റെ കേസിലും ട്രീറ്റ്മെന്റിനായാലും നമ്മൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ് ഫോർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അല്ലെ, ക്ലോറോക്വിന്റെ കേസിലും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ് ഫോർ ലൂപ്പസ് എറിത്രോമാറ്റോസിസ്. ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ തന്നെ ബോഡി തന്നെ ടിഷ്യൂവിനെ അറ്റാക്ക് ചെയ്യുക. ആ ഒരു കണ്ടീഷനാണ് ലൂപ്പസ് എറിത്രോമാറ്റോസിസ്. സോ ആ ഒരു കേസിലും ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് യൂസസിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രഗിലേക്ക് പോവാം അല്ലെ. മെഫ്ലോക്വിൻ. മെഫ്ലോക്വിൻ ഏത് കാറ്റഗറിയിൽ വരുന്നതായിരുന്നു? ക്വിനോളിൻ, മെത്തനോൾ. ഒരു ക്വിനോളിൻ വരിക, മെത്തനോൾ വരിക, അതാണ് മെഫ്ലോക്വിൻ. അപ്പൊ മെഫ്ലോക്വിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനും സെയിം തന്നെയാണ്. ഹീമിനെ ഹെമസോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. ഹെമസോയിൻ എന്ന് പറഞ്ഞാല് ഒരു നോൺ ടോക്സിക് സബ്സ്റ്റൻസ് ആണ്, വൈൽ ഹീം എന്താണ്? ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ആ ഒരു കൺവേർഷൻ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരസൈറ്റിന്റെ ഡെത്ത് കോസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അതേപോലെ പാരസൈറ്റിന്റെ ന്യൂട്രിയന്റ് എടുക്കാനുള്ള എബിലിറ്റിനും ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് pH ഓഫ് ദി പാരസൈറ്റും ഇൻക്രീസ് ചെയ്യും. സെയിം മെക്കാനിസം തന്നെ. ഇനി യൂസ് ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ പ്ലാസ്മോഡിയം ഫൾസിപാരം. ഓക്കെ, പ്ലാസ്മോഡിയം ഫൾസിപാരത്തിലും അതേപോലെ പ്ലാസ്മോഡിയം വൈവാക്സിലും ആണ് നമ്മൾ ഈ ഡ്രഗ് മെയിൻലി കൊടുക്കുന്നത്. ഇനി അറ്റ് ദ സെയിം ടൈം യൂസ് ഫോർ പ്രൊഫൈലാക്റ്റിക് ആയിട്ടും നമ്മൾ ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് യൂസസിൽ വരിക. മെക്കാനിസം ഓഫ് ആക്ഷൻ സെയിം തന്നെ. സോ നെക്സ്റ്റ് ഡ്രഗ് സൾഫാഡോക്സിൻ ആണ്. സൾഫാഡോക്സിൻ ഇറ്റ് ഈസ് എ സൾഫോണമൈഡിൽ വരുന്ന ഡ്രഗ് ആണ് സൾഫാഡോക്സിൻ. അപ്പൊ നമ്മൾ സൾഫാഡോക്സിൻ മെയിൻലി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇൻ കോമ്പിനേഷൻ വിത്ത് പൈറിമെത്താമിൻ. ഓക്കെ, പൈറിമെത്താമിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഡ്രഗ് മെയിൻലി കൊടുക്കാറ്. ഇനി ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? ദാറ്റ് ഇസ് ദേ വിൽ ഇൻഹിബിറ്റ് ഫോളിക് ആസിഡ് സിന്തസിസ്. ഓക്കെ, ഫോളിക് ആസിഡ് സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് സൾഫാഡോക്സിൻ അഥവാ സൾഫോണമൈഡ്സ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ എന്താണ്? ഹീമിനെ ഹെമസോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രിവെന്റ് ചെയ്യുന്നായിരുന്നു. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന ഡ്രഗ് സൾഫോണമൈഡ് ആണ്. അപ്പൊ സൾഫോണമൈഡിൽ വരുന്ന ഡ്രഗിന്റെ ഒക്കെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാ വരിക? ദേ വിൽ ഇൻഹിബിറ്റ് ഫോളിക് ആസിഡ് സിന്തസിസ്. ഓക്കെ, അതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. അപ്പൊ എങ്ങനെയാ നോക്കാം.
പാബ as കൺവേർട്ട് ഇൻറ്റു ഡൈഹൈഡ്രോഫോളിക് ആസിഡ് കൺവേർട്ട് ചെയ്യും, ഇത് ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് ത്രൂ ആണ് ഇങ്ങോട്ട് ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ബൈ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ്. ഓക്കെ, അപ്പൊ ഈ ഒരു എൻസൈമിനെയാണ് ഈ പൈറിമെത്താമിൻ ആയാലും ഇൻഹിബിറ്റ് ചെയ്യുക. അങ്ങനെയാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ വരുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഇത് ആലോചിച്ച് വെക്കുക, ദേ വിൽ ഇൻഹിബിറ്റ് ഫോളിക് ആസിഡ് സിന്തസിസ്. ഓക്കെ, അതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ വരിക. ഇനി അതിന്റെ യൂസ് നോക്കാം. ഇറ്റ് ഈസ് എൻ ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ട് അല്ലെ. സൾഫഡോക്സിൻ ഇസ് എൻ ആന്റി ബാക്ടീരിയൽ ഡ്രഗ് ആണ്. അത് നമ്മൾ മെഫ്ലോക്കിന്റെ കൂടെ അതേപോലെ പൈറിമെത്താമിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആന്റി മലേറിയൽ ആക്ടിവിറ്റി കൂടെ ഉണ്ടായിരിക്കും. നമ്മളിപ്പോ 3 ഡ്രഗ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ ഇസ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. അതിൽ ക്ലോറോക്കിന്റെ സെയിം സ്ട്രക്ചർ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഈ ഈത്തൈൽ ഗ്രൂപ്പിലേക്ക് വരിക. പിന്നെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണെങ്കിൽ ഹീമിൻ എമസോവിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. യൂസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ കേസിലും പ്രൊഫൈലാക്ടിക് ആയിട്ടും ട്രീറ്റ്മെന്റും യൂസ് ചെയ്യുന്നുണ്ട്. ഓൾസോ ലൂപ്പസ് എറിത്രോമാറ്റസിനും യൂസ് ചെയ്യുന്നുണ്ട്. മെഫ്ലോക്കിനാണെങ്കിൽ അത് ഏതിൽ വരുന്നതായിരുന്നു? ക്വിനോളിൻ മെത്തനോളിൽ വരുന്നതായിരുന്നു. മെക്കാനിസം ഓഫ് ആക്ഷൻ സെയിം തന്നെയാണെന്ന് പറഞ്ഞു. യൂസ് പ്ലാസ്മോഡിയം ഫൾസിത്താരം അതേപോലെ പ്ലാസ്മോഡിയം വൈവാക്സിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. പ്രൊഫൈലാക്ടിക് ആയിട്ടും ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് നമ്മൾ സൾഫാഡോക്സിൻ പറഞ്ഞു. സൾഫാഡോക്സിൻ പൈറിമെത്താമിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഈ ഡ്രഗ് കൊടുക്കുന്നത്. ഓക്കെ, രണ്ടും കോമ്പിനേഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? സൾഫോണമൈഡ്സിന്റെ എല്ലാത്തിന്റെയും ദേ വിൽ ഇൻഹിബിറ്റ് ഫോളിക് ആസിഡ്. ഓക്കെ, ഫോളിക് ആസിഡ് സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സൾഫോണമൈഡ്സിന്റെ എല്ലാത്തിന്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ. ആൻഡ് യൂസിൽ നമ്മൾ ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും ഈ സൾഫോഡോക്സിന്റെ കേസിൽ. അത് പൈറിമെത്താമിനോ അല്ലെങ്കിൽ മെഫ്ലോക്കിന്റെ കൂടെ കൊടുക്കുമ്പോഴാണ് അതിന് ആന്റി മലേറിയൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡ്രഗും കൂടെ നോക്കാനുണ്ട്. ദാറ്റ് ഇസ് ട്രൈമെത്തോപ്രിം. ട്രൈമെത്തോപ്രിമും സൾഫോണമൈഡ്സിൽ വരുന്ന ഡ്രഗ് ആണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ നോക്കാം. ഇവിടെ ഒരു ബെൻസീൻ റിംഗും ഉണ്ട്, ഒരു പിരമിഡിനും ഉണ്ട് അല്ലെ. പിരമിഡിൻ ഫസ്റ്റ് പൊസിഷനിലേക്കും തേർഡ് പൊസിഷനിലേക്കും നൈട്രജൻ വന്നാൽ അതാണ് പിരമിഡിൻ. ഓക്കെ, സോ ഒരു പിരമിഡിനും ഉണ്ട്, ഒരു ബെൻസീനും ഉണ്ട്. ഈ ബെൻസീനിൽ 3 മെത്തോക്സി ഗ്രൂപ്പ് കണക്റ്റഡ് ആണ്. ഓക്കെ, 3 മെത്തോക്സി ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. പിരമിഡിനിലേക്കാണെങ്കിൽ 2 അമിനോ ഗ്രൂപ്പ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, 2 അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും ഒരു മീത്തൈൽ ഗ്രൂപ്പ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഒരു ബെൻസീൻ വരയ്ക്കാം, ഒരു പിരമിഡിൻ വരയ്ക്കാം. ബെൻസീനിലേക്ക് 3 മെത്തോക്സി ഗ്രൂപ്പ് കണക്റ്റഡ് ആണ്. പിരമിഡിനിലേക്ക് 2 അമിനോ ഗ്രൂപ്പും കണക്റ്റഡ് ആണ്. ഇത് രണ്ടും കൂടെ ഈ 2 റിങ്ങും ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ എ മീത്തൈൽ ഗ്രൂപ്പ്. ഓക്കെ, അതാണ് ട്രൈമെത്തോപ്രിം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പേരെന്ന് ഈ ഒരു സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലെ. ട്രൈ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോ 3 എണ്ണം വേണം. എന്താണ് 3 എണ്ണം വേണ്ടത്? മെത്തോ, ട്രൈമെത്തോ, അതായത് 3 മെത്തോക്സി. ഓക്കെ, ട്രൈമെത്തോ നമുക്ക് എന്ത് മനസ്സിലായി? 3 മെത്തോക്സി ഗ്രൂപ്പ് വേണം. ഓക്കെ, 3 മെത്തോക്സി ഗ്രൂപ്പ് വേണം. ഓക്കെ, ഇതല്ലേ മെത്തോക്സി ഗ്രൂപ്പ്? 3 മെത്തോക്സി ഗ്രൂപ്പ് വേണം. ഇനി പ്രിം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കുക? പിരമിഡിനാണെന്ന് ആലോചിക്കുക. ഒരു പിരമിഡിനാണ് എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പൊ ആ പേരിന് നമുക്ക് സ്ട്രക്ചറിന്റെ ചെറിയ രൂപം കിട്ടി. ഇനിയിപ്പോ നമുക്ക് MCQയിൽ കണ്ടാലും മനസ്സിലാവുമല്ലോ ഇത് ഈ സ്ട്രക്ചർ ആണെന്നുള്ളത്. 3 മെത്തോക്സി ഗ്രൂപ്പും ഉണ്ട്, ഒരു പിരമിഡിനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഏതാണ്? ട്രൈമെത്തോപ്രിം ആണെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് IUPAC നെയിം എങ്ങനെയാ വരിക നോക്കാം അല്ലെ. ഈ പിരമിഡിന്റെ എവിടേക്കൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നത്? സെക്കൻഡ് 1 2 സെക്കൻഡിലേക്ക് അമിനോ ഗ്രൂപ്പ്, 4th ഒരു അമിനോ ഗ്രൂപ്പ്, 5th ഒരു മീത്തൈൽ ഗ്രൂപ്പ്, ഇങ്ങനെയല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതി? 2 4 ഡൈ അമിനോ. 2ലും 4ലും അമിനോ ഗ്രൂപ്പ്. അപ്പം 2 4 ഡൈ അമിനോ എന്ന് എഴുതാം. 2 4 ഡൈ അമിനോ. ഇനി 5th എന്താണ് വരിക? 5th ബാക്കി ഈ അറ്റാച്ച്മെന്റ് ഒക്കെ വരുന്നത്. സോ 5 എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ ആദ്യം ഈ കാര്യം എഴുതുക, പിന്നെ ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, സോ 5ൽ എന്തൊക്കെയാ വരിക? 3 4 5. 1 2 3 4 5 6 ഇങ്ങനെ നമ്പർ വരുന്നത്. അപ്പം 3ല് 4ല് 5ൽ എന്തുണ്ട്? 3 മെത്തോക്സി ഗ്രൂപ്പ്. ഓക്കെ, 3 4 5 ട്രൈമെത്തോക്സി. CH3O ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ മെത്തോക്സി എന്ന് പറയാം. ഓക്കെ, അപ്പം 3 4 5 ട്രൈമെത്തോക്സി. ബെൻസീൻ അല്ലേ വരുന്നത്, അപ്പൊ നമ്മൾ ബെൻസൈൽ എന്ന് എഴുതി. ബെൻസൈൽ പിരിമിഡിൻ. ബെൻസൈൽ പിരിമിഡിൻ. ഓക്കെ, അല്ലെങ്കിൽ ഫിനൈൽ എഴുതാം. ബെൻസൈൽ അല്ലെങ്കിൽ ഫിനൈൽ പിരിമിഡിൻ. ഓക്കെ, സോ ഇതാണ് IUPAC നെയിം. ഇനി മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാ വരിക?
നമ്മൾ പറഞ്ഞു സൾഫോണമൈഡ്സിന്റെ മെക്കാനിസം എങ്ങനെയാണ്? ദേ വിൽ ഇൻഹിബിറ്റ് ഫോളിക് ആസിഡ് സിന്തസിസ് ആൻഡ് എങ്ങനെയാണ്? ബൈ ഇൻഹിബിറ്റിംഗ് ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് അല്ലെ, DHFR ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ്. നമ്മൾ നേരത്തെ സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ദാ പാബ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഇത് ട്രൈഹൈഡ്രോഫോളിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൽ ഈ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് എൻസൈം ആണ് ഈ ഒരു കൺവേർഷന് സഹായിക്കുന്നത്. ഓക്കെ, ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ട്രൈഹൈഡ്രോഫോളിക് ആസിഡ് ആവാൻ സഹായിക്കുന്നത് ആരാണ്? ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് ആണ്. അപ്പൊ ഈ ഒരു എൻസൈമിനെയാണ് ആര് ഇൻഹിബിറ്റ് ചെയ്യുക? ട്രൈമെത്തോപ്രിൻ ഇൻഹിബിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ വരിക, ഇൻഹിബിറ്റ് ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ്. ഓക്കെ, ഇനി യൂസ് എന്തൊക്കെയാണ്? ദേ ആർ യൂസ്ഡ് ആസ് പ്രൊഫൈലാക്സിസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്രഗ്നന്റ് വുമണിൽ മലേറിയ വരുന്ന കണ്ടീഷനിലും ഈ ഡ്രഗ് മെയിൻലി യൂസ് ചെയ്യാറുണ്ട്. കോമ്പിനേഷൻ തെറാപ്പി, അതായത് വേറെ ഡ്രഗിന്റെ കൂടെയാണ് നമ്മൾ ഈ ഡ്രഗ് മെയിൻലി യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ആന്റി മലേറിയൽസിൽ ഇത്രയും ഡ്രഗ്സിനെ കുറിച്ചാണ് മെയിൻലി പറയാനുള്ളത്. ഏതൊക്കെ ഡ്രഗ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? 4-അമിനോക്വിനോളിനിൽ 2 ഡ്രഗ് ഏതൊക്കെയാ? ക്ലോറോക്വിനും ഹൈഡ്രോക്സി ക്ലോറോക്വിനും പറഞ്ഞു. ക്വിനോളിൻ മെത്തനോൾ ആണെങ്കിൽ മെഫ്ലോക്വിൻ പറഞ്ഞു. ദെൻ ആഫ്റ്റർ ദാറ്റ് സൾഫോണമൈഡ്സിൽ ട്രൈമെത്തോപ്രിനും സൾഫഡോക്സിനും പറഞ്ഞു. ഇത്ര ഡ്രഗ്സ് ആണ് നമുക്ക് മെയിൻലി ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. സോ താങ്ക് യു.